ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു വാഹനം ഉള്ള ഒരാളെ സംബന്ധിച്ച് നമുക്കൊരു വാഹനം എങ്ങനെ ഓടിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഒരു ബിഗിനറിനും അല്ലെങ്കിൽ വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചുണ്ട്. പക്ഷെങ്കിൽ വാഹനത്തിൻ്റെ ഹുഡ് അല്ലെങ്കിൽ ബോണറ്റിൻ്റെ ഉള്ളിലുള്ള പാർട്സുകളും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ഒരു ബേസിക് ധാരണ ഉണ്ടായിരിക്കും. വാഹനത്തിൻ്റെ എൻജിൻ ബേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഉപയോഗം ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കും. എന്നാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും നമ്മളുടെ വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു കണ്ടൻറ്റാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക. നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാതെ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ബോണറ്റ് വണ്ടിയുടെ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ്. ഇതൊരു ബിഗിനറിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഈ ഡാഷ്ബോർഡിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ ലിവർ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ സാധാരണ 800 cc ഉള്ള ഒരു സാധാ ഒരു വണ്ടിയാണ്. പുതിയ വാഹനങ്ങളിൽ അതിന് ചെറിയ സ്വിച്ചുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ ഹുഡ് ഓപ്പൺ ചെയ്യാൻ, ബോണറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ലോക്ക് കാണും. അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ലോക്കെ പിടിക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ പൊക്കിയെടുക്കാനായിട്ട് കഴിയും. ഇതാണ് ആ ലോക്ക്. ലോക്കിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ഇങ്ങനെ താഴോട്ട് കിടക്കും. ഇതാണ് ലോക്ക്. ഇനി ഏതൊരു വണ്ടിയുടെയും ബോണറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ ആദ്യത്തെ നോട്ടം ചെല്ലുന്നത് എൻജിനിലേക്കായിരിക്കും. അതായത് ആ സെൻറ്ററിലുള്ള എൻജിനിലേക്കായിരിക്കും. അപ്പോൾ ഈ നിങ്ങൾ കാണുന്നതാണ് എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻജിൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന് ഫ്യൂവൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് എയർ. അപ്പം എയറും ഫ്യൂവലും കൂടെ ഒരുമിച്ച് കത്തുമ്പോഴാണ് നമുക്ക് അത് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടിയുടെ എൻജിൻ വർക്കാകുന്നത്. അപ്പം എൻജിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് എയർ ഫിൽറ്റർ. എയർ ഫിൽറ്ററിനോട് ചേർന്ന് ഒരു ചെറിയ പൈപ്പ് പോയിട്ടുണ്ട്. അതാണ് എയർ ഇൻടേക്ക് പൈപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ എൻജിനിലേക്ക് എത്രത്തോളം എയർ വേണം അത് പോകാനായിട്ടുള്ള ഒരു എയർ ഇൻടേക്ക് പൈപ്പും ആ പൈപ്പിലൂടെ വരുന്ന എയറിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എൻജിൻ്റെ ഉള്ളിലേക്ക് എത്രത്തോളം എയർ എത്തണം അതിനവിടെ പ്രവർത്തിക്കുന്ന മറ്റൊരു സംവിധാനമാണ് ത്രോട്ടിൽ ബോഡി അല്ലെങ്കിൽ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ത്രോട്ടിൽ വാൽവ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലെ കതക് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്. ഈ കതക് നമ്മൾ ചെറുതായിട്ട് തുറന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ എയർ കയറും. വലുതായിട്ട് തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ എയർ വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ത്രോട്ടിൽ വാൽവ് നമ്മൾ എത്രത്തോളം ഓപ്പൺ ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള എയർ വണ്ടിയുടെ എൻജിനിലേക്ക് കയറും. അപ്പോൾ അത് കയറാനായിട്ടാണ് നമ്മൾ ആക്സിലറേറ്റർ പെഡൽ കൊടുക്കുന്ന സമയത്ത് ആ കേബിള് നമ്മൾ കൂടുതലായിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഈ വാൽവ് കൂടുതലായിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ സാധാരണ 800 cc പോലെയുള്ള ചെറിയ വണ്ടികളിൽ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈ ആക്സിലറേറ്റർ പെഡൽ, ആക്സിലറേറ്റർ കേബിള് വഴി നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ്റെ ഉള്ളിലേക്ക് എയർ കയറുന്നു. എന്നാൽ കുറച്ചും കൂടെ വില കൂടിയ വാഹനങ്ങളാണ്. ഉദാഹരണം പറയാം, ഹോണ്ട സിറ്റി, വെർണ, സ്വിഫ്റ്റ് അതുപോലെയുള്ള വാഹനങ്ങളിലാണെങ്കിൽ സെൻസർ അല്ലെങ്കിൽ മോട്ടർ ഉപയോഗിച്ചാണ് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എൻജിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാങ്കാണ് നിങ്ങൾ കാണുന്നത്, റിസർവോയർ. ഈ റിസർവോയറിൽ ഫില്ല് ചെയ്തേക്കുന്നത് കൂളൻ്റ് ആണ്. ഈ കൂളൻറ്റിന് മിനിമം മാക്സിമം അളവുണ്ട്. ഒരു പച്ച നിറത്തിലുള്ള ലിക്വിഡാണ്. അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്യുന്ന സമയത്ത് മാക്സിമത്തിന് താഴെ അല്ലെങ്കിൽ മാക്സിമത്തിന് മുകളിലേക്ക് പോകാൻ പാടില്ല, താഴെയായിട്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ലിക്വിഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ വണ്ടിയുടെ എൻജിൻ ഹീറ്റ് ആകുന്നതിനെ തണുപ്പിക്കാനായിട്ടാണ് ഈ കൂളൻ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും എൻജിൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ ചുറ്റി ഹീറ്റാകുന്ന ആ എൻജിനെ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ എൻജിനെ ചുറ്റുന്ന ഈ ഒരു കൂളൻ്റ് കുറേ കഴിയുമ്പോൾ ഹീറ്റാകും. അപ്പോൾ അത്തരത്തിൽ ഹീറ്റാകുന്ന കൂളൻറ്റിനെ കൂളാകാനായിട്ടുള്ള ഒരു സംവിധാനമാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ റേഡിയേറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ റിസർവോയറും അതുപോലെ തന്നെ ഈ റേഡിയേറ്ററും കണക്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഹീറ്റാകുന്ന സമയത്ത് ഈ കൂളൻ്റ് എന്ത് ചെയ്യും? നമ്മുടെ എൻജിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂളൻ്റ് ഹീറ്റായി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും? റേഡിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് എത്തുകയും അവിടെ ഇത് വീണ്ടും പല അറകളിലേക്ക് ഇത് എത്തി ഇത് തണുത്ത് വീണ്ടും എന്ത് ചെയ്യും? എൻജിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഈ കൂളൻറ്റും
അല്ലെങ്കിൽ ഈ റിസർവോയറും നമ്മുടെ വണ്ടിയുടെ റേഡിയേറ്റർ ടാങ്കും ചെയ്യുന്നത്. ഇനി ഈ വണ്ടിയുടെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾക്ക് ഈ എഞ്ചിനോട് ചേർന്ന് തന്നെ സൈഡിലായിട്ട് ഒരു ഡിപ്സ്റ്റിക്ക് കാണാം. ഈ ഡിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിപ്സ്റ്റിക്ക് ഊരിക്കഴിഞ്ഞാൽ തന്നെ ഒരു നീളത്തിലുള്ള ഒരു ലിവറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഊരിക്കഴിഞ്ഞാൽ തന്നെ ഈ ഓയിലിൻ്റെ നിറം നമ്മൾ ആദ്യം തന്നെ നോക്കുക. ഓയിൽ നല്ല രീതിയിൽ ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഓയിൽ മാറിയിരിക്കണം. കാരണം ഒരു ഓയിൽ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഓയിലിൻ്റെ നിറം ഒത്തിരി ഡാർക്ക് അല്ല അത് വരുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓയിൽ മാറേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാറുക. പരമാവധി ഒരു 10,000 കിലോമീറ്റർ ഒക്കെ മാക്സിമം ഓടുക. അതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി നമ്മൾ അത്രയൊന്നും ഓടിയിട്ടില്ല, ഓയിൽ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓയിലിൻ്റെ അളവ് ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഡിപ്സ്റ്റിക്ക് ഊരുന്ന സമയത്ത് ഡിപ്സ്റ്റിക്കിൽ നമുക്ക് മിനിമവും മാക്സിമം അളവ് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ മിനിമത്തിന് താഴോട്ട് പോകാതിരിക്കുക, മാക്സിമത്തിന് മുകളിലേക്ക് ആവശ്യമില്ല. മാക്സിമത്തിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വെറുതെ കത്തി തീരത്തേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു മാക്സിമത്തിനോടടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കൃത്യമായിട്ടുള്ള ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കമ്പനി പറയുന്ന ഓയിൽ ഏതാണോ, ഓരോ വാഹനത്തിന് കമ്പനി പറയുന്ന ഓയിലുണ്ട്, അതിന് ഉള്ള നമ്പർ അളവുകളുണ്ട്, അത് മാത്രം നമ്മൾ ഫില്ല് ചെയ്യുക. മറ്റ് ഓയിലുകൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഈ കാണുന്നതാണ് വണ്ടിയുടെ എൻജിൻ ബെൽറ്റ് അല്ലെങ്കിൽ ഡ്രൈവ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈവ് ബെൽറ്റ് പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അത് തൊട്ടടിയിൽ ഇച്ചിരി അടിഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഡ്രൈവ് ബെൽറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പണി മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ വാഹനം പിന്നീട് മുന്നോട്ട് നമുക്ക് ഓടിക്കാൻ പറ്റാത്ത ഒരു പരുവത്തിലേക്ക് എത്തും. മനസ്സിലായോ? അപ്പോൾ എൻജിൻ ബെൽറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുകയും അത് മാറേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് ശ്രദ്ധിക്കാതെ പോയി പലപ്പോഴും നമ്മുടെ വണ്ടി വഴിയിൽ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ദീർഘദൂര യാത്രയൊക്കെ പോകുന്ന സമയത്താണ് ഇത് പറ്റിപ്പോകുന്നത്. അടുത്തൊരു വർക്ക്ഷോപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ ബെൽറ്റ് എത്തിക്കുക, അതിന് പറ്റിയ ആൾ വന്ന് അത് പ്രോപ്പറായിട്ട് മാറി അത് കറക്റ്റ് ചേർത്ത് ഇടുക എന്നുള്ളതൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല, കുറച്ച് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം ഐഡിയ ഉള്ള ഒരു എക്സ്പേർട്ടായിട്ട് വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. അത് വണ്ടിയിൽ വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഈ കാണുന്നതാണ് വണ്ടിയുടെ ബാറ്ററി. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബാറ്ററിയുടെ ഉപയോഗം നമുക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് ലഭിക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബാറ്ററി പ്രവർത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ബാറ്ററിയുടെ 2 ടെർമിനലിലും ക്ലാവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് എപ്പോഴും റെഡി ആയിട്ട് വെക്കുക. ബാറ്ററി പ്രവർത്തിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളതാണ് അൾട്ടർനേറ്റർ. അപ്പോൾ അൾട്ടർനേറ്റർ അതിനൊക്കെ കംപ്ലൈൻറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് പിന്നീട് വീണ്ടും കാണാനായിട്ട് കഴിയുന്നതാണ് വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ്. ബ്രേക്ക് ഫ്ലൂയിഡിനും ഒരു റിസർവോയർ ഉണ്ട്. ആ ഒരു ടാങ്കിൽ മിനിമവും മാക്സിമം ലെവൽ നമ്മൾ നോക്കിയിരിക്കണം. ആ ഫ്ലൂയിഡിൻ്റെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു മാക്സിമത്തിനോടടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ബ്രേക്കുകൾ ലഭിക്കാനായിട്ട് ഈ ഫ്ലൂയിഡ് നമുക്ക് അതിനകത്ത് ആവശ്യമാണ്. അത് കുറവുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു റിസർവോയറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി തൊട്ട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന അടുത്ത ഒരു റിസർവോയറാണ് നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പർ ക്ലീൻ ചെയ്യാനായിട്ട്, അതായത് വിൻഷീൽഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ലിക്വിഡ് ഒഴിക്കുന്ന ഒരു റിസർവോയർ. ഇവിടെ നിങ്ങൾ ലിക്വിഡ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഒത്തിരി വീഡിയോയിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്, ഷാമ്പൂ കലക്കി മിക്സ് ചെയ്ത് ഇത് യൂസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കലും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഒഴിക്കാനായിട്ടുള്ള ലിക്വിഡ് ഏതാണോ അത് തന്നെ ഒഴിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഹോസ്, അതായത് നമ്മൾ ഈ വാഹനത്തിൻ്റെ വൈപ്പർ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് വൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഹോസ് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സാധാ നമ്മൾ ഈ സോപ്പ് വെള്ളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ലിക്വിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു സംവിധാനം, പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്,
ഫ്യൂസ് ബോക്സ് ആണ്. നമ്മുടെ വണ്ടിയുടെ എൻജിൻ ബേയുടെ സൈഡിൽ നമുക്ക് എപ്പോഴും ഓപ്പൺ ചെയ്യാവുന്ന പരുവത്തിലായിരിക്കും ഈ ഫ്യൂസ് ബോക്സ് നമുക്ക് കാണുന്നത്. ഈ ഫ്യൂസ് ബോക്സിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഫ്യൂസുകൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഫ്യൂസ് ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ ഫ്യൂസ് ബോക്സ് ഇതാണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഗുണം ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ.